പിന്നെ പ്രാവശ്യം കോഴിക്കോട്ട് പോയപ്പോ പിന്നെ റഷീദ് ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും തീവണ്ടി. നിങ്ങളുടെ ഡയറക്റ്റ് പറഞ്ഞ കാര്യം ഇത് ഞാൻ പലയിടത്തുനിന്നും വകതിലും അതുപോലെ തന്നെ പുസ്തകത്തിലും വായിച്ചു. ഇത് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് പറയുന്നത്. മാഷാ അല്ലാഹ് എന്ന് പറയും. ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും, തീവണ്ടി കൂട്ടിമുട്ടും, ബസ് കൂട്ടിമുട്ടും എന്നൊക്കെ പറയും. അതെവിടെ ചേർന്ന് മൂപ്പനെ വീട്ടിൽ നിന്ന്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, CM മടവൂർ ഉറങ്ങിപ്പോയാൽ വിമാനം കൂട്ടിമുട്ടും, തീവണ്ടി കൂട്ടിമുട്ടും, അതുപോലെ തന്നെ ഫ്ലൈറ്റുകളൊക്കെ കൂട്ടിമുട്ടും എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കാക്കുവോ? ആ മനുഷ്യനെ കൊണ്ടൊരു കുതിരവട്ടത്താക്കിയല്ലേ വേണ്ടത്, ഇല്ലേ? ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ വിമാനങ്ങളൊക്കെ കൂട്ടിമുട്ടും. വിമാനത്തിൻ്റെ പൈലറ്റ് ഉറങ്ങിയാൽ വിമാനം കൂട്ടിമുട്ടും. ബസ്സിൻ്റെ ഡ്രൈവർമാർ ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിമുട്ടും. അതിനിപ്പോൾ ഏത് വാഹനത്തിൻ്റെ ആണെങ്കിലും വേണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടും. ഈ ചിറ്റടി മേത്തൽ അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന മാനസിക രോഗി ഉറങ്ങിക്കഴിഞ്ഞാൽ, അതായത് മൂപ്പൻ്റെ വീട്ടിലായാലും വേണ്ടില്ല, മൂപ്പത്തിൻ്റെ വീട്ടിലായാലും വേണ്ടില്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പർ എന്തെങ്കിലും ഓട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതെവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മുട്ടും കൂട്ടും എന്നല്ലാതെ ഇതും അതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇനി കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സുജായിട്ട് സാധനം കൂടി കേൾപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ പറഞ്ഞു, റഷീദ് എന്നെ കാണണമോ എങ്കിൽ ചിലപ്പോൾ വിമാനം കയറി വരേണ്ടി വരും കേട്ടോ നമുക്ക് എന്നോട്. സ്വന്തം കക്കൂസുക്ക് പോകാനും പോലും കണ്ണ് കാണൂലായിരുന്നോ? നടക്കാനും വയ്ക്കൂലായിരുന്നോ? മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലച്ചേട്ടി കിടക്കണ ആ മനുഷ്യനെ കാണാൻ വിമാനം കയറി വരേണ്ടിയിരുന്നു. ഏത് വിമാനം കയറിയിട്ടാണ് വരിക? മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിലൊരു വിമാനത്താവളവും അതുപോലെ ഹെലിപ്പാഡും ഒക്കെ ഉണ്ടോ? ഇനി വിമാനം പോട്ടെ, ഒരു ഹെലികോപ്റ്ററിൽ കയറി ഇറങ്ങാനുള്ള സജ്ജീകരണമൊക്കെ ഉണ്ടായിരുന്നോ? നോണയങ്ങോട്ട് പറയുക. ആ നോണയങ്ങോട്ട് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പിരാന്താണ് പറഞ്ഞിട്ടുള്ളത്. ആ പിരാന്ത് ഈ ആളുകൾ എടുത്ത് പറഞ്ഞുകൊണ്ടേ നടക്കുകയാണ്. അതിന് അന്തല്ല, അത് സാധു, അത് അസുഖബാധിതനാണ്. അപ്പോൾ അത് നമ്മൾ കണക്കൂട്ടണ്ട എന്നല്ല ഇതുപോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളങ്ങനെ പാടി നടക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞിട്ടില്ല. പകരം ഇതേ വിഷയം വെച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. ഹലറത്തിൽ കുതിസിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ ഒലക്ക സംഭവിക്കും. ഈ ഇടയ്ക്ക് ഒരു ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായി. ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്ലൈറ്റ് ബില്ലി ലാൻഡിങ് നടത്തുകയും അത് ഇടിച്ചിറക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കുകയും തീപിടിക്കുകയും നിരവധി ആളുകൾ മരിക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പേ ഇന്ത്യയിൽ നടന്ന വലിയൊരു വിമാനാപകടമായിരുന്നു മംഗലാപുരം എയർപോർട്ടിൽ നടന്ന വലിയൊരു വിമാനാപകടം. അതുപോലെ തന്നെ ചില വിമാനങ്ങളെ കാണാനേ കിട്ടിയിട്ടില്ല. മലേഷ്യയുടെ വിമാനം എവിടെയാണ്, അതിലുണ്ടായിരുന്ന യാത്രക്കാരെവിടെയാണെന്നൊന്നും അറിയില്ല. ഇതൊക്കെ ഈ ചിറ്റടി മേത്തൽ അബൂബക്കർ ഉറങ്ങീൻ്റെ ഭാഗമായിട്ടാണോ? എന്താ മൂലിയക്കന്മാർ, നിങ്ങൾക്ക് തീരെ അന്തല്ലേ ഇല്ലേ? നിങ്ങൾ അരിഭക്ഷണമല്ലേ കഴിക്കുന്നത്, ഇനി ഗോതമ്പിൻ്റെ ഭക്ഷണമായാലും വേണ്ടില്ല. നിങ്ങൾ ക്ലോസറ്റിൽ നിന്ന് എടുത്തിട്ടല്ലല്ലോ ഭക്ഷിക്കുന്നത്, ഇല്ലേ? മനുഷ്യർ കഴിക്കുന്ന തരത്തിലുള്ള അന്നമല്ലേ കഴിക്കുന്നത്. ഒരു മനുഷ്യന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ തീവണ്ടിക്കോ അതുമല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക്, ഇനിയിപ്പോൾ ഷിപ്പുകൾ കൂട്ടിമുട്ടും, കപ്പലുകൾ കൂട്ടിമുട്ടും, കപ്പലിൽ വന്നിട്ട് ബോട്ട് ഇടിച്ച് കയറിയിട്ട് കപ്പൽ തകർക്കും എന്നൊക്കെ അവർ പറയുമല്ലോ. അതിനൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ചിറ്റടി മേത്തൽ അബൂബക്കർ മൂപ്പര് ഉറങ്ങിയാൽ എന്നാണ് പറഞ്ഞത്. അതിനാരുവാടേ ഈ ചിറ്റടി മേത്തൽ അബൂബക്കർ? ഇവിടെ ലോകം നിയന്ത്രിക്കണ മുദബ്ബിറുൽ ആലമാണ്, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ പച്ച നുണ പറഞ്ഞതാണ്. ഈ ആലം നിയന്ത്രിക്കുന്നത്, ആലം എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്തതൊക്കെ ആലത്തിൽ പെട്ടതാ. ഇനി ആലം പോട്ടെ, ഈ ലോകം മാത്രമാണെങ്കിൽ ഈ ലോകത്ത് ഭൂമിയും അതുപോലെ സൂര്യനും ചന്ദ്രനും ഒക്കെയാണോ? ഈ സൂര്യനെ ഒരു ദിവസം തിരിച്ചൊന്ന് ആക്കിക്കേ. അതിന് മാത്രം കഴിവുള്ള ഒരു ചിറ്റടി മേത്തൽ അബൂബക്കർ ഉണ്ട്, നമുക്കൊന്ന് കാണണമല്ലോ, അല്ലേ? അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്നത്, അതുപോലെ മഴ വർഷിപ്പിക്കുന്നത്. ഭൂമിയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ, മഴ ആകാശത്തു നിന്ന് ഇങ്ങോട്ടാണ് വർഷിപ്പിക്കാറുള്ളത്. ചിറ്റടി മേത്തൽ അബൂബക്കർ ഈ ലോകമൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. മഴയൊക്കെ എങ്ങനെ പെയ്യണം എന്നുള്ളത് ഇപ്പോൾ ചിറ്റടി മേത്തൽ അബൂബക്കറാണ് തീരുമാനിക്കുന്നതെന്നല്ല ഇവർ പറഞ്ഞത്. ഈ കടലത്തെ വെള്ളമൊക്കെ ഒന്ന് മേലേക്ക് ഇങ്ങനെ ഫൂന്ന് ഷവർന്ന് വെള്ളം ചീറ്റണമാതിരി, അല്ലേ? അങ്ങനെ ഒന്ന് മേലേക്കൊന്ന് പറപ്പിച്ചാണ്. ഒന്നുമില്ല, അല്ല ഇവിടെ സംവിധാനിച്ചു വെച്ച കാര്യങ്ങളെ ഇവിടെ സംഭവിക്കുള്ളൂ. അതിനൊരു ചിറ്റടി മേത്തൽ അബൂബക്കറിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ സൂര്യനെ എവിടെ നിന്ന് ഉദിക്കണം എന്നുള്ളത് അല്ല തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ ഒരു ചിറ്റടി മേത്തലിനും കഴിയൂല.
പിന്നെ അതിൻ്റെ അപ്പുറലോന് കയ്യോ ലോകപ്പാടെ ഉരുട്ടി മുണുങ്ങാൻ നടക്കണ ഹദറത്തുൽ ഖുദ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ലൗഹുൽ മഹ്ഫൂദ് വായിച്ചും കൊണ്ടിരിക്കുകയാണ്. അത് അതിൽ വാക്കിയുണ്ട്, നിങ്ങൾ കേട്ടോ കാണി. പാച്ചെന്നോണാണ് ഈ പകരം പറഞ്ഞതേ, തന്നെ പകരനെ ഒരു സ്റ്റേജിൽ കയറ്റാണ്ടാക്കിയില്ലേ, കേക്ക്. ആ നേരത്തെ പോലെ വലക്കാണ് ഇല്ല. ഇവിടെ മഴ കണ്ട വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയ അതൊരു രോഗമാണ്. ഇങ്ങനെ കിടക്കുകയാണ്. രണ്ടിലേക്ക് നോക്കി അതിനുള്ള മുഴുവൻ പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ ഇവിടെ പറഞ്ഞു. അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണാം. ഈ രണ്ട് തലയും നടു നിറച്ച ഈ കാക്ക പറഞ്ഞും കൂടെ കിടക്കുന്ന എന്താണ്, ഹദറത്തുൽ ഖുദ്സിൽ കിടക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൂപ്പൻ്റെ പേരുണ്ടല്ലോ, മമ്മൂട്ടി മൂപ്പൻ്റെ പേരാ, ആ പെരയിൽ ഈ CM മടവൂർ കടന്നിരുന്ന ആ സോഫക്ക് അല്ലെങ്കിൽ ആ കട്ടിലിൽ ആ കോസടിക്ക് പേര് ഹദറത്തുൽ ഖുദ്സ് എന്നാ അത് എഴുതി ഒട്ടിച്ചിക്കുക. എന്നിട്ട് അവിടെ കടന്നിട്ട് ഇങ്ങനെ നോക്കുക. അത്ര എങ്ങനെയാണ് നോക്കുന്നത്, ലൗഹുൽ മഹ്ഫൂദിലേക്കാണ് നോക്കുന്നത്. എന്താ മൂല്യരെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നിങ്ങൾ കരുതിയിരിക്കണത് എന്താണ്, പാലക്കാട് 102 കിലോമീറ്റർ, മണ്ണാർക്കാട് 21 കിലോമീറ്റർ, കോഴിക്കോട് 35 കിലോമീറ്റർ, ഇങ്ങനെ പച്ച നിറത്തിലുള്ള ബോർഡിൽ വെള്ള അക്ഷരം ആ മെറ്റാലിക് കളറിലുള്ള അല്ലേ, നമ്മൾ വെളിച്ചം ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിളങ്ങണ അതുപോലെയുള്ള ഒരു പലക. അതാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത്? എന്തെന്നോണയൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അടുത്ത്? ഒരു മനുഷ്യന് പിരാന്താണ്. ആ പിരാന്തിൽ എന്തൊക്കെ പറഞ്ഞു, ആ പറഞ്ഞതൊക്കെ മുഴുപ്പിരാന്തായ നിങ്ങളിത് പാടിയും കൊണ്ട് കിടക്കുമ്പോൾ എന്താ നിങ്ങളെയൊക്കെ കുറിച്ച് ഒരു തലയിലൊരു കെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടപ്പോയത്തും എന്ത് പച്ച പിരാന്തും എന്ത് മൂച്ചി പിരാന്തും പറയാമെന്നാണോ? അത് ഈ ഉമ്മത്ത്, ഈ വിവരദോഷികളായ ആളുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ നെഞ്ഞത്ത് കൈവച്ചിട്ട് വായും പിളർന്നിരുന്ന് കേൾക്കുന്നത് കൊണ്ടല്ലേ, കേൾക്കാനുള്ളത് കൊണ്ടല്ലേ. അതാണ് നിങ്ങളുടെയൊക്കെ വിജയം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ്. ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇവിടെ ജനിച്ചു കുറച്ച് കാലമൊക്കെ ജീവിച്ചു. ആ ജീവിതത്തിൻ്റെ അവസാന ഘട്ടം എത്തുന്നതിന് തൊട്ട് മുമ്പേ ആയിട്ട് ആൾക്ക് പിരാന്തായി, മാനസിക രോഗമായി. അങ്ങനെ മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലച്ചെട്ടി കിടക്കുമ്പോൾ എന്തൊക്കെ പിച്ചുമ്പേയും പറഞ്ഞിരുന്നു. പിരാന്തായ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ പറഞ്ഞ ഏതൊക്കെയോ പിരാന്ത് വർത്താനങ്ങൾ ഇതുപോലെയുള്ള ഈ മുസ്ലിയാർ വേഷധാരികളായ ഈ ആളുകൾ എടുത്തുകൊണ്ട് ഈ മനുഷ്യർക്ക് മുമ്പിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാം. ചിറ്റടിമേത്തൽ അബൂബക്കർ എന്താണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെയും പാടിയും കൊണ്ടേ ഇരിക്കുകയാണ്. രണ്ട് തലയും നിറച്ചു നടു നിറച്ചു എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല, ഏകദേശം സമയം എടുക്കാനായി. ഇനിയെങ്കിലും ഈ കളവ് പറയൽ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്യും മുസ്ലിയാരെ എന്നാണ് ഇവിടെ പറയുവാനുള്ളത്.